ലൈഫ് സ്റ്റൈലിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് കാർഡിയാക് ഹെൽത്തിൽ? വേറെ അസുഖങ്ങളൊന്നും ഇല്ല, നമുക്ക് ഷുഗർ ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, അല്ലെങ്കിൽ ഹൃദയ രക്താതിസമ്മർദ്ദം ഇല്ല, കൊളസ്ട്രോളിൻ്റെ ഏറ്റക്കുറച്ചിലുകളില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനോ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഹൃദയാഘാതം, പക്ഷാഘാതം മുതലായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഒരു ചിട്ടയായിട്ടുള്ള ഒരു വ്യായാമ മുറകൾ. രണ്ടാമത് ഭക്ഷണ രീതികൾ, അല്ലേ? അപ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമ രീതികൾ പല അസോസിയേഷനും പറയുന്നത് ഒരു ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും ഒരു എയറോബിക് എക്സസൈസിൽ ഏർപ്പെടുക. അതെന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഒരു നടത്തമാകാം, അല്ലെങ്കിൽ ഒരു സൈക്ലിങ്ങിലോട്ട് പോകാം, അതല്ല നമുക്ക് ഒരു സ്വിമ്മിങ്ങിലോട്ട് പോകാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എയറോബിക് എക്സസൈസിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈലിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇന്നത്തെ ഈ ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ വളരെ ഒരു ശ്രദ്ധ അതിൽ ചെലുത്തേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും സ്റ്റാർച്ച് ഡയറ്റും ലിപ്പിഡ് ഡയറ്റും ഒക്കെ കുറച്ചുകൊണ്ട് കൂടുതലൊരു പ്രോട്ടീൻ ഡയറ്റിലോട്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഒന്ന് കൂട്ടുകയും, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഫുഡ് നിരത്തി വെച്ചിരിക്കും, നമുക്ക് തോന്നില്ല ഇതൊന്നും വാങ്ങി കഴിക്കാമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഫുഡുകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.